എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മാങ്ങ ക്യാരറ്റ് അച്ചാറാണ് തയ്യാറാക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അച്ചാറാണ്, പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. നമ്മളിവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 3/4 കിലോയോളം ഉണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. പിന്നെ 2 ക്യാരറ്റ് വേണം, അത് 250 ഗ്രാം ഉണ്ട്. ഇനി ഒരു കുടം വെളുത്തുള്ളി പൊളിച്ചത്, കുറച്ച് കാന്താരിമുളക് ഇല്ലെങ്കിൽ നമുക്ക് പച്ചമുളക് 3-4 എണ്ണം ചേർക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, പിന്നെ കറിവേപ്പില. ഇനി പൊടികളൊക്കെ ഏതാണെന്ന് ചേർക്കുന്ന സമയത്ത് പറയാം. പിന്നെ നമുക്ക് ഈ മാങ്ങ അരിഞ്ഞെടുക്കാം. അപ്പം ഇതുപോലെ ആദ്യം ഒന്ന് മുറിച്ചെടുക്കാം. പിന്നെ വട്ട ഒന്നുകൂടി മുറിക്കുവാണ്. ഇനി ഇതിന്റെ കനം ഒന്ന് കുറയ്ക്കണം. എന്നിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. മാങ്ങ മുഴുവൻ അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കൈകൊണ്ട് നന്നായിട്ട് തിരുമാം. എന്നിട്ട് കുറച്ച് സമയം ഇതൊന്ന് മാറ്റി വെക്കണം. ഇനി നമുക്ക് ക്യാരറ്റ് അരിയാം. ആദ്യം ഇതുപോലെ വട്ടം മുറിക്കാം. ഇനി ഇങ്ങനെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് ആദ്യം എണ്ണ ഒഴിക്കാം. ഇനി കുറച്ച് കടുക് ഉലുവ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി കാന്താരിമുളക് ചേർക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് മുഴുവനും ചേർക്കണം. ഇനി കുറച്ച് ഉപ്പും 2 നുള്ളു മഞ്ഞൾപ്പൊടിയും 2 നുള്ളു കായപ്പൊടിയും ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എല്ലാം നന്നായി വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി കുറച്ച് സമയം കൂടി അടുപ്പത്ത് വെച്ച് മാങ്ങ ഒന്ന് വാട്ടിയെടുക്കണം. മാങ്ങ ഒത്തിരി വെന്ത് പോകാതെ നോക്കണം. മാങ്ങ ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ചട്ടി ഇറക്കി വെക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് 12 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിക്കുവാണ്. ഇതിൽ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല, വിനാഗിരിയാണ് ഒഴിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് ചേർക്കുന്നത് കുരുമുളക് ചതച്ചതാണ്. അത് നമ്മൾ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. കുരുമുളക് നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുത്തതല്ല, ഇത് ചതച്ചെടുത്തിട്ടുള്ളതാണ്. കുരുമുളക് ചേർക്കുമ്പോഴത്തേക്കും അച്ചാറിന് നല്ല ടേസ്റ്റ് വരും. ഇനി ഇത് നന്നായിട്ട് നമുക്ക് യോജിപ്പിക്കാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ മാങ്ങ ക്യാരറ്റ് അച്ചാർ റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വേഗം തന്നെ കാണാം. താങ്ക്